സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എക്കാലത്തെയും ആഗ്രഹമാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു സങ്കല്പമായി കരുതുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ദൈവം എന്നത് സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്നത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ അറിയിക്കുന്നു. ഈ അഖിലാണ്ടത്തിൽ കാണുന്ന എല്ലാറ്റിനെയും ആരെങ്കിലുമൊക്കെ നിർമ്മിച്ചതാണ്, അല്ലാതെ തനിയെ ഉണ്ടായി വന്നതല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വസ്തുവിനെയും എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ ഘടന തന്നെ അതിൻ്റെ പ്രത്യേകതയാണ്. ഉദാഹരണമായി മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ശരീരഘടന നോക്കുക. ആ ഘടന ഏറ്റവും അനുയോജ്യമായ ഒരു ഘടനയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നോക്കുമ്പോൾ അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ധർമ്മവും അതിൻ്റെ ഘടനയും എല്ലാം മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമായിട്ടുള്ളതാണ് എന്നത് കൃത്യമായ ഒരു തെളിവായി നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. ദൈവമാണ് എല്ലാറ്റിനെയും നിർമ്മിച്ചത് എന്നുള്ളത് അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. ഈ അഖിലാണ്ടത്തിലെ സകല ഗ്രഹങ്ങളെയും നോക്കുക. കോടാനുകോടി ഗ്രഹങ്ങൾ ഉണ്ട്. ആ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം, അതിൻ്റെ ചലനം, അതിൻ്റെ ചരിവ്, അതിൻ്റെ വലിപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം പരിഗണിക്കുമ്പോൾ ക്രമീകൃതമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ആരെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, അതാണ് വലിയവനായ ദൈവം. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടുന്നത്. ആ ദൈവം എവിടെയാണ് ഇരിക്കുന്നതെന്നോ, ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ, എങ്ങനെ ആ ദൈവത്തോട് അടുത്ത് ചെല്ലാമെന്നോ, എങ്ങനെയൊക്കെ ആരാധിക്കണമെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്ത ധാരാളം മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ദൈവത്തെ സങ്കല്പിച്ചെടുത്തു. ദൈവത്തിൻ്റെ രൂപവും ദൈവത്തിൻ്റെ ഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും എല്ലാം അവർ സങ്കല്പിച്ചെടുത്തു. അവർക്ക് പലതിനെയും കണ്ടുകൊണ്ട് ആരാധിക്കണമായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളെയും അവർ കണ്ടുകൊണ്ട് ആരാധിക്കത്തക്ക നിലയിൽ പലതും അവർ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ അത്യുന്നതനായ ദൈവം ആരാണെന്നും ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ആ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമാണെന്നും ലോകത്തിന് വെളിപ്പെടുത്തി തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ കാണുകയും ആ ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുകയും ചെയ്യുന്നതാണ് ആരാധന എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ അറിയിക്കുകയാണ്. 5-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ആരാധനയുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൃപയുടെ ബഹുത്വത്താൽ ആരാധിക്കുക, 2 ഭക്തിയോടെ ആരാധിക്കുക. എന്താണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? ഫിയർ ഓഫ് ദ ലോർഡ്. അതായത് ദൈവത്തോടുള്ള ഭയവും ദൈവത്തോടുള്ള ബഹുമാനവും ചേർന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നത്. കാരണം വലിയവനായ ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവത്തെയും ചമച്ചവനാണ്. അതുകൊണ്ട് ദൈവത്തെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന് കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്ക് ദൈവകൃപ ലഭിക്കാതെ ഒരിക്കലും ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലേച്ഛ കൂടാതെ കാണിക്കുന്ന ദയയാണ് കൃപ എന്ന് പറയുന്നത്. വലിയവനായ ദൈവം നമ്മോട് കൃപ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ വരുവാൻ യാതൊരു അർഹതയുമില്ലായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കോണം കാൽവറി ക്രൂശിൽ അവിടുത്തെ ഒരു യാഗമായി അർപ്പിച്ചു. അവിടുത്തെ പരിപാവനമായ രക്തം നമുക്ക് വേണ്ടി ചിന്തി.
ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപക്ഷമ ലഭിക്കുന്നു. അങ്ങനെ പാപക്ഷമ ലഭിച്ച ഒരു ഭക്തയായ വിശ്വാസിക്ക് കർത്താവിന്റെ അരികിൽ ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കുവാൻ സാധിക്കുന്നു. ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ താൻ പ്രവചന ദൃഷ്ടിയാ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സ്വർഗീയനാദം ശ്രവിക്കുന്ന മാന്യ സ്നേഹിത, താങ്കൾ ഈ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തെ താങ്കൾക്ക് ആരാധിക്കുവാൻ സാധിക്കും. താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച് വലിയവനായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുവാൻ താങ്കൾക്കിടയാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഓരോ ദിനവും നാഥനോടൊപ്പം കേൾക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. അവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാവനാത്മാ